പ്രിയമുള്ളവരെ, 2020 ഇന്നത്തോടെ കഴിയുകയാണ്. നാളെ പുതുവർഷ പുലരിയാണ്. വളരെയേറെ വിഹ്വലതകൾ നിറഞ്ഞൊരു വർഷമായിരുന്നു 2020. എന്നാൽ വിഹ്വലതകൾ മാത്രമല്ല, ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും 2020 സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാനാവാത്ത വസ്തുതയാണ്. കേരളത്തെ സംബന്ധിച്ച് നിരവധി പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും. എന്നാൽ കേരളത്തിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന വർഷമാണ് 2020. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പാർപ്പിട മേഖലയിലും എല്ലാം ഉണ്ടായി. കുടിവെള്ളം സംരക്ഷിക്കുന്നതിലും അതുപോലുള്ള ഒരുപാട് ജനനന്മ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സാധിച്ച വർഷമാണ് 2020. വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മെട്രോ പോലുള്ള സംവിധാനങ്ങൾ, വിമാനത്താവളങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഗ്യാസ് പൈപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങൾ, വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, ആധുനികമായിട്ടുള്ള വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ പൊതുജനാരോഗ്യ രംഗം ഇത്രയേറെ മാറിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി മാറുന്നതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. അതിൻ്റെ എല്ലാം ഗുണഫലം ജനങ്ങൾ അനുഭവിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നിട്ടും പൊതുവെയുള്ള മരണങ്ങൾ കണക്കാക്കി നോക്കുമ്പോൾ 2019 ഉണ്ടായിട്ടുള്ള അത്രയും മരണം 2020 ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. എന്നാൽ COVID-19 പ്രായം ചെന്ന ആളുകളിൽ ചിലർക്ക് പിടികൂടിയപ്പോൾ അത് മരണകാരണമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ടും മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് നിൽക്കാൻ കേരളത്തിന് സാധിച്ചു. 0.36%. 0.5% താഴെയാണ് കേരളത്തിലെ മരണനിരക്ക്. ഇത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ്. ഇതിന് സാധിച്ചത് 2020 ഒറ്റക്കെട്ടായി നാം മഹാമാരിക്കെതിരായിട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരായിട്ടും പ്രവർത്തിച്ചതുകൊണ്ടാണ്. മനുഷ്യരുടെ കൂട്ടായ്മയുടെ വിജയഗാഥയാണ് നാം 2020 കണ്ടത്. ആപത്ത് വരുമ്പോൾ നാം ഒരുമിച്ച് നിന്നാൽ ഏതാപത്തിനെയും ചെറുക്കാം, നേരിടാം എന്ന ആത്മവിശ്വാസമാണ് 2020 നമുക്ക് പകർന്നു നൽകുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങൾ ദുരിതങ്ങളില്ലാത്ത ഒരു വർഷമാകണമെന്ന് നാം ആശിക്കുന്നു. സ്വാഭാവികമായിട്ടും അതങ്ങനെ ആയിത്തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നാം കാണേണ്ടത് 2021 2020 വലിയ കൂട്ടായ്മയുടെ വർഷമായിരിക്കണം, പരസ്പര സ്നേഹത്തിൻ്റെ വർഷമായിരിക്കണം, ത്യാഗം ചെയ്യാൻ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയും മുന്നോട്ട് വരുന്ന വർഷമായിരിക്കണം എന്നാണ്. ഒരുമിച്ച് നിന്ന് സ്വാർത്ഥ താല്പര്യത്തിന് അതീതരായി നമുക്ക് ഒരുമിച്ച് പോരാട്ടം നടത്തിയാൽ ഭൂമിയിലെ മനുഷ്യജീവിതം സുന്ദരമാക്കാൻ സാധിക്കും. നല്ല നിയന്ത്രണങ്ങളോടുകൂടി എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളോടും കൂടി നമ്മൾ സമീപിച്ചാൽ 2021 കൂടുതൽ നല്ല വർഷമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് 2021 നമുക്ക് വരവേൽക്കാം. COVID-19 പശ്ചാത്തലത്തിൽ അധികം ആഘോഷങ്ങൾ പറ്റില്ല, കൂട്ടായ്മകൾ പറ്റില്ല. ആഘോഷങ്ങളും കൂട്ടായ്മകളും ഇല്ലാതെ തന്നെ മനസ്സിൽ സന്തോഷം നിറക്കാം നമുക്ക്. ചുരുങ്ങിയ ആളുകൾ, അതുപോലെ വളരെ അകലങ്ങൾ പാലിച്ച് മാസ്ക് ധരിച്ച് കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഏത് പ്രവൃത്തിയും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2021 വരവേൽക്കുന്നത് മാസ്ക് ധരിച്ചും സാനിറ്റൈസറുകൾ ഉപയോഗിച്ചും അകലം പാലിച്ചുമായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കണം. കൂടുതൽ മെച്ചപ്പെട്ട ഒരു വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ, ഒരു പുതുവർഷം. കൂടുതൽ നേട്ടങ്ങൾ 2020 നേട്ടങ്ങളുടെ ഇരട്ടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വർഷം. അതിന് കഴിയും. കാരണം 2020 കുറേയേറെ നേട്ടങ്ങൾക്ക് നമ്മൾ തറക്കല്ലിട്ട് കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു, വിത്ത് പാകി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് 2021 അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ സുഭിക്ഷമായ, കൂടുതൽ സന്തോഷപ്രദമായ, മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായിട്ട് ആരോഗ്യം ലഭിക്കുന്ന, നല്ല സന്തോഷം നിറക്കുന്ന ഒരു പുതുവർഷമായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു.